ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു. ഹാപ്പിയായിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ പ്രാർത്ഥനയുടെ ആശംസകളൊക്കെ കുറെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ഒക്കെ കുറെ വന്നിട്ടുണ്ട്. അതൊന്നും എനിക്ക് കാര്യമില്ല. എൻ്റെ ജീവിതത്തിലെ 2 അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളാണ് എന്നെ വിശ്വാസത്തിൽ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത്. അതിലെ ഒരു അനുഭവം എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ചെറുപ്പത്തില് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു വയറുവേദന വന്നു. ഒരു രക്ഷയില്ലാത്ത വയറുവേദന. ഞാൻ കമന്നാണ് കിടന്നുവെച്ചത്. നനങ്ങിക്കഴിഞ്ഞാൽ ഒരു 4-5 സെക്കൻഡ് ആ വേദന നിൽക്കും. പിന്നെ വരുംതോറും കൂടി വന്നപ്പോൾ അനങ്ങിയില്ലെങ്കിലും ആ വേദന ഇടയ്ക്കൊക്കെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ മമ്മി വിചാരിച്ചത് പെട്ടെന്ന് മാറുമെന്ന്. പക്ഷെ മാറിയില്ല. അപ്പം മമ്മിയുടെ പിടിയൊക്കെ വിട്ടുപോയി. പിന്നെ മമ്മി കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി ഏതെങ്കിലും ഒരു ഓട്ടോ വിളിക്കുക, രക്ഷയില്ല, സഹിക്കാൻ പറ്റണില്ല. ഓട്ടോക്കാരനെ വിളിക്കേണ്ടതിന് എൻ്റെ മമ്മി വിളിച്ചത് ഏതോ പ്രാർത്ഥന നടത്തുന്ന ഒരു ചേച്ചിനെ വിളിച്ചത്. ചേച്ചി പറഞ്ഞ് കൊന്ത ഉണ്ടാന്ന് ചോദിച്ചു. ആ കൊന്ത എടുത്ത് അവൻ്റെ കൈ കൊടുക്ക്, അവനോട് കൊന്തയിലാൻ പറഞ്ഞു. ഞാനൊരു 15-20 മിനിറ്റ് ആയിട്ട് കൊന്തയിലിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല. മമ്മി ആ ചേച്ചിനെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു കുറവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ചോദിച്ചു കൊന്ത ചെല്ലാറുണ്ടാന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞു കൊന്ത ചെല്ലാറുണ്ട്, പക്ഷേ കൊന്ത എടുത്ത് ചെല്ലാറില്ല, വെറുതെ പറഞ്ഞ് മാത്രമേ ചെല്ലാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ആ കൊന്തയുടെ പവറൊക്കെ പോയേക്കനാണ്, വെഞ്ചരിച്ച വെള്ളം ഉണ്ടെന്ന് വെച്ചു. വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. ആ കൊന്ത എടുത്ത് ചേച്ചി ആ കയ്യിൽ ചുരുട്ടി പിടിക്കുക, ഞാനൊരു പ്രാർത്ഥന പറഞ്ഞുതരാം, അത് ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആ വെഞ്ചരിച്ച വെള്ളം ആ കൊന്തയിൽ കാട്ടി അവൻ്റെ കയ്യിൽ കൊന്തയെല്ലാം കൊടുക്കാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കൊന്തയില്ലപ്പോൾ തന്നെ എൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. 2ാമത്തെ അനുഭവം, ഇതേ പ്രായത്തിൽ തന്നെ ഞാൻ ഡെയിലി കുർബാനക്ക് പോയിരുന്നു മുടങ്ങാതെ. ഒരു ദിവസം എനിക്ക് കുർബാനക്ക് പോകാൻ മടിയായപ്പോൾ ഞാൻ അലാറം ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്നിട്ടപ്പോൾ മമ്മി പറഞ്ഞ് എടാ കുർബാനക്ക് സമയമായി, പോണില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പോണില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്നു ഉറങ്ങിപ്പോയി. അപ്പം തന്നെ പിന്നെ ഞാൻ കണ്ട കാഴ്ച ഒരു കുരിശ്. ആ കുരിശിങ്ങനെ പ്രകാശിച്ചിരിക്കണാണ്. ഞാൻ ആ കുരിശിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോണാണ്. ഒരു വഴിയാണ്, നീളത്തിലുള്ള വഴിയല്ല, വളഞ്ഞും പൊളഞ്ഞും കിടക്കുന്ന വഴിയാണ്. ആ വഴിയിലേക്ക് പോണ വഴി പുറകിൽ നിന്ന് ആരോ എന്നെ തള്ളിയിട്ട് ഞാൻ തെറിച്ച് വീണ്. പക്ഷെ അവിടെ നിന്ന് എഴുന്നേക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല. പലതവണ ശ്രമിച്ച് എഴുന്നേക്കാൻ പറ്റണില്ല. അപ്പോൾ തന്നെ ഞാൻ കണ്ണുറന്നു. അപ്പോൾ തന്നെ ഉറക്കക്ഷീണം കൊണ്ട് ഞാനിപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഈ പ്രാർത്ഥനയുള്ള ആ ചേച്ചിനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു, ഇന്ന പോലെ ഞാനൊരു സ്വപ്നം കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, അത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പല പ്രലോഭനങ്ങളും വീഴ്ചകളും ഉണ്ടാവും. അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി ദൈവം നിന്നെ കാട്ടിത്തന്നാണ്, അവർ നിന്നെ മനസ്സിലാക്കി തന്നാണെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് മാസം കൂടി ഞാൻ മുടങ്ങാതെ പോയെങ്കിലും ആ ഒരു ഭക്തി എന്നെ വിട്ടു പോയി. അന്ന് ആ കുരിശ് ഏകദേശം എൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് ആ കുരിശ് ഒരുപാട് ദൂരെയാണ്. ഇപ്പം ഞാൻ പഴയ പോലെ ആ കുരിശിൻ്റെ അടുത്തേക്ക് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സഞ്ചരിക്കുന്നതിനിടയ്ക്ക് ഇനിയും ഒരുപാട് വീഴ്ചകളും പ്രലോഭനങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതും നേരിട്ട് വേണം പോകാൻ. അന്ന് ഞാൻ കുരിശിൻ്റെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയാന്. ഇനിയിപ്പോൾ ജീവിതത്തിൽ നിരാശകളും പ്രയാസങ്ങളും കടബാധകളും ഇതൊക്കെ ആയിട്ടാണ് എൻ്റെ ജീവിതം പോണത്. പക്ഷെ എന്തെങ്കിലും ഒരു നാൾ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസത്തിലൂടെയാണ് ഞാൻ ഈ പോണത്. ഇനി ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ വചനത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മുടെ കർത്താവിന് 2ാമത്തെ ഒരു വരവുണ്ട്. ആ വരവിൽ പുള്ളി ഒരു വരവ് ഇങ്ങോട്ട് വരും. ആ വരവിൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്.